ഹായ്, ഇന്ന് നമുക്ക് കുറച്ച് കോവക്ക വെച്ചിട്ടുള്ളൊരു കറിയാട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കോവക്ക 4 പീസായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള, ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, ഒരു 5 വെളുത്തുള്ളിയും അത് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടി കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിരുമ്പി എടുക്കാം കേട്ടോ. നമ്മൾ തക്കാളി ഇടുന്നതിന് മുന്നേ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി തിരുമ്പി എടുത്ത് പിന്നെ അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമ്മളൊരു 20-25 മിനിറ്റ് ഇത് നമ്മളൊന്ന് മൂടി വെക്കാം. എത്രയും സമയം നമ്മളിത് കൂടുതൽ വെക്കുന്ന അനുസരിച്ച് നല്ല ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. കാരണം അപ്പോൾ നമ്മൾ കുറേ ടൈം വെക്കുമ്പോൾ ഇതിലേക്ക് എല്ലാതും പിടിച്ച് കിട്ടും. അപ്പോൾ പെട്ടെന്നൊക്കെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു 25 മിനിറ്റ് മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ. കൂടുതൽ സമയം വെച്ചാൽ കൂടുതൽ ടേസ്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേണമെങ്കിൽ നമുക്കിതിലേക്ക് പുളിക്കായിട്ട് കോൽപ്പുളി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാൻ കോൽപ്പുളിയും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി നന്നായിട്ട് വറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വറുത്തരച്ചും വെക്കാം. പിന്നെ നമുക്ക് മീൻ കറിയൊക്കെ വെക്കുന്ന പോലും ഇത് വെക്കാം കേട്ടോ. പിന്നെ ഇത് ഈ ഒരു നാളികേരത്തിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടിയില്ലെങ്കിൽ പെരിഞ്ജീരകം അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായി അരച്ചിട്ട് ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇനി നമുക്കിതൊന്ന് കാച്ചിയെടുക്കാം. അതിനായിട്ട് ഇവിടെ ഓയിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വെളിച്ചെണ്ണ എടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കടുക് പൊട്ടിയപ്പോൾ ഒരു ചെറിയ സവാള പീസായിട്ട് പകുതി സവാള പീസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സവാള മൊരിഞ്ഞ് വന്നപ്പോൾ അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, സ്വല്പം മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു കേട്ടോ.